എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതായത് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഓൾറെഡി നിങ്ങൾ 2 ഭാഗം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ കാണണം, എന്നിട്ട് വേണം ഇത് കാണാൻ. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, കണ്ടിട്ട് കുറച്ച് ദിവസം ആയെങ്കിൽ ഒന്നും കൂടെ അത് കാണുക, എന്നിട്ട് ഇത് കാണുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ ഇതിനകത്ത് ഞാൻ നോട്ട് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ബ്രീഫായിട്ടുള്ള നോട്ടാണ്. അത് നിങ്ങൾ എഴുതിയെടുക്കണം. അത് എഴുതിയെടുക്കേണ്ട, ഞാൻ മുൻ വീഡിയോ പറഞ്ഞ പോലെയല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാതെ ഒരു വീഡിയോ, അതായത് ഈ ക്ലാസ് പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് പേനയും പേപ്പറും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് കാണുക. രണ്ടാമത് ഒന്നും കൂടെ ഈ ക്ലാസ് നിങ്ങൾ പ്ലേ ചെയ്യുമ്പം, കാണുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നോട്ട് എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കണം. അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു മെത്തേഡ്. അല്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ പോസ് ചെയ്യുക, എഴുതിയെടുക്കുക, പോസ് ചെയ്യുക, എഴുതിയെടുക്കുക, അത് വേണ്ട. കണ്ടിന്യൂസ് ഈ ക്ലാസ് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടാമത് ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ പോസ് ചെയ്ത് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്താൽ മതി. അതായിരിക്കും നല്ലൊരു മാർഗ്ഗം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വർഷം നല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വരെ നിങ്ങളിത് പഠിച്ചിട്ട് പോയതാണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള കാര്യം, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പം, ഒരു C++ൻ്റെ പ്രോഗ്രാം എഴുതുമ്പം അതിനകത്ത് ഒരു ലൈനേ കാണത്തുള്ളൂ. ഒരു ലൈൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഗ്രാം നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതൊരു പ്രോഗ്രാമാണ്, മനസ്സിലാകുന്നുണ്ടോ? C++ അതിൻ്റെ ഒരു 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്. എത്ര ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, അല്ല എത്രയോ ലൈനുകളുണ്ട്, അല്ലേ? അങ്ങനെ ഒന്നിൽ കൂടുതൽ ലൈനുകൾ കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ എഴുതി ഒരു കൃത്യമായി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? പ്രോഗ്രാം ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ പ്രോഗ്രാമിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലൈനുകളെയും, ഓരോ ലൈൻ ഓഫ് കോഡുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈൻ, ആ ലൈനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിക്കുന്ന എന്ത് ചിഹ്നത്തിലാണ്? സെമി കോളനിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ലൈനാണ്, അല്ലേ? ഇതൊരു ലൈനാണ്. ഇൻറ്റു A B, A, B, S അവസാനം ഒരു സെമി കോളനില്ലേ? അപ്പം അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു ലൈനാണല്ലോ, നോക്കിയേ, സെമി കോളനിൽ അവസാനിക്കുന്നു, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു ലൈനല്ലേ? അപ്പം അതും ഒരു, അല്ലേ, സെമി കോളനിൽ അവസാനിക്കുന്നു, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു ലൈനാണല്ലോ, അതും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലേ? ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതും. അപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഓരോ ലൈൻ ഓഫ് കോഡിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി നോക്കിയ ഡെഫിനിഷൻ: സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് ഒരു പ്രോഗ്രാമിനകത്ത് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? ഓരോ ലൈനുകളാണ്. ആ ലൈനുകളെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുന്നത് എന്ത് സിമ്പലിലാണ്? സെമി കോളൻ. നമുക്കറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം ലാംഗ്വേജിലൊക്കെ ഓരോ സെൻറ്റൻസുകൾ അവസാനിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഇടും, അല്ലേ? പൂർണ്ണ അർത്ഥം നൽകാൻ പറ്റുന്ന വാക്യം, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ്, ഏറ്റവും ചെറുതായിട്ട് ഒരു പ്രോഗ്രാമിനകത്തുള്ള വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു യൂണിറ്റ്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചാൽ വർക്ക് ചെയ്യാനാണ് മീൻ ചെയ്യുന്നുണ്ടല്ലോ. ആ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് കൂടി ഉണ്ടല്ലോ, എന്താണ്? എവരി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻഡ് വിത്ത് ദ സിമ്പൽ സെമി കോളൻ, അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുന്നത് എങ്ങനെയാണ്? സെമി കോളനിലാണ്. നിങ്ങൾ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എന്താണ്ട് ഇൻഡ് A, B ഒരു എക്സാമ്പിൾ അല്ലേ? എന്താണ്ട് ഇതൊരു എക്സാമ്പിൾ അല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ഒരു വട്ടം ചോദിച്ചാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു. പലരും എഴുതി കാണത്തില്ല. കാര്യം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ എഴുതാൻ പറയുന്നത് ഈ പറയുന്ന ഏത് ലൈൻ വേണമെങ്കിലും എഴുതാം. ഒരു കോഡ്, ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈൻ എഴുതി വെച്ചാൽ മതി. അത് സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നെടുത്ത് നോക്കിയേ. ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഡിഫറൻറ്റ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം എന്താ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അസർട്ടീവ് സെൻറ്റൻസ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് നല്ല സെൻറ്റൻസ് എന്നായിരിക്കും പറയുന്നത്. അസർട്ടീവ് സെൻറ്റൻസ്, അല്ലെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ അതേപോലെ ഡിക്ലറേറ്റീവ്, അങ്ങനെ കുറേ
സെൻറ്റൻസ് കാറ്റഗറി ഉണ്ട് അല്ലേ, തരം തിരിക്കാറുണ്ട് പല ഈ വാക്യങ്ങളെ സെൻറ്റൻസുകളെ പലതായിട്ട് തരം. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം ഒരു ലൈനാണല്ലേ, സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിൻ്റെ പ്രോഗ്രാം, അതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെമിക്കോളൻ ഇട്ടാണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിക്കുന്നതെന്നും പറഞ്ഞു അല്ലേ. അങ്ങനെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിന് പല ടൈപ്പുണ്ട്, പല കാറ്റഗറി ഉണ്ട്. ആ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിനുള്ള ഡിഫറൻറ്റ് കാറ്റഗറി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ സിമ്പിളാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുമ്പം നമുക്ക് പഠിക്കാൻ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ, നിങ്ങൾക്ക് ഒരു യൂസർ ആരാ? യൂസർ എന്ന് പറയുന്ന വാക്ക് എന്താണ് മീൻ ചെയ്യുന്ന? പ്രോഗ്രാമിനകത്ത് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എഴുതുന്ന വ്യക്തിയാണെന്ന് പറയുന്ന യൂസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാരോ അവരെയാണ് യൂസർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ അല്ലേ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരെയാണ് ദ യൂസർ ഓഫ് ദാറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളം ലാംഗ്വേജ് ഉപയോഗിക്കുന്ന നമ്മൾ മലയാളികളല്ലേ, അപ്പോൾ നമ്മൾ മലയാളം ലാംഗ്വേജിൻ്റെ യൂസേഴ്സാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് എഴുതുകയും വായിക്കാനും ഒക്കെ അറിയാമെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ യൂസേഴ്സാണ്. C++ ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? C++ ലാംഗ്വേജിൻ്റെ യൂസേഴ്സാണ്. അപ്പോൾ ഒരു യൂസറിന് ഇപ്പോൾ തൻ്റേതായ താൻ എഴുതുന്ന പ്രോഗ്രാമിനകത്ത് ഒരു യൂസർ സ്വന്തമായിട്ട് എഴുതുന്ന പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചൊരു വ്യക്തി പ്രോഗ്രാം എഴുതുമ്പം അയാൾക്ക് അയാളുടേതായ വാക്കുകൾ സ്വന്തമായ വാക്കുകൾ ഇതിനകത്ത് എഴുതി ചേർക്കാൻ വേണമെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്ത് പല ഭാഗങ്ങളും എഴുതേണ്ടതായിട്ട് വരും. അത് അയാൾക്കുള്ള അധികാരമാണ്, അല്ലെങ്കിൽ അയാൾക്ക് എഴുതാൻ പറ്റുന്ന. അതിന് പക്ഷേ കുറച്ച് എന്തുണ്ട്, റൂളുണ്ട്. ചുമ്മാ അതെന്തെങ്കിലും ഒന്നും എഴുതാൻ പറ്റത്തില്ല, അറിയാലോ. ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള റൂള്. അങ്ങനെ യൂസർ സ്വന്തമായിട്ടൊരു പ്രോഗ്രാമിൽ എഴുതുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയേഴ്സ് എന്നും അല്ലേ. ടോക്കൺസ് നമ്മൾ പഠിച്ചാണ്. ടോക്കൺസിനകത്ത് കീവേഡ്, രണ്ടാമത്തെ ഐഡൻറ്റിഫയർ. അങ്ങനെ ഒരു ഐഡൻറ്റിഫയർ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നതിന് റൂൾസൊക്കെ അറിയാമല്ലോ. ആ റൂൾസ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു യൂസർ ഒരു പ്രോഗ്രാമിനകത്ത് തൻ്റേതായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് മുൻകൂട്ടി ആദ്യത്തെ ലൈനിൽ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ലൈനുകൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ലൈനുകളാണ്. അങ്ങനെ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷന് നമുക്ക് പലപ്പോഴും പ്രോഗ്രാമിനകത്ത് പേര് കൊടുക്കേണ്ടി വരും അല്ലേ. മെമ്മറി ലൊക്കേഷന് നമ്പറായിരിക്കും ഉള്ളത്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരുകൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട്. അതിനെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് അല്ലേ. ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കിയേ. ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ഒരു യൂസർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദേ ഷുഡ് ബി ഡിക്ലെയർഡ്. അത് എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം അല്ലേ. അത് കൃത്യമായിട്ട് നമ്മൾ ഡിക്ലെയർ തന്നെ. അപ്പം പ്രയർ ടു ദെയർ യൂസ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിർവചിച്ചിരിക്കണം അല്ലേ. ചില കഥകൾ തുടങ്ങുന്നതിന് മുമ്പ് കഥാപാത്രങ്ങളെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു വിവരണം നമ്മൾ പല നോവലുകൾ വായിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മളത് താഴേക്ക് പോകുന്നതിന് മുമ്പ് അതെന്താണെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു പ്രോഗ്രാമിനകത്തൊരു യൂസർ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം വ്യക്തമായിട്ട് ആ വാക്ക് എന്താണെന്ന് എഴുതി അല്ലെങ്കിൽ അത് മുൻകൂട്ടി പറഞ്ഞിരിക്കണം. അങ്ങനെ അത് എന്താണ് എന്ന് പറയാൻ വേണ്ടി എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. എക്സാമ്പിൾ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഉദാഹരണമാണ്. നോക്കിയേ, വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് n, സം അല്ലേ. ഇൻറ്റ് n, സം എന്ന് പറയുമ്പോൾ ഈ n എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ്, സം എന്ന് പറയുന്ന മറ്റൊരു ഐഡൻറ്റിഫയർ ആണ് അല്ലേ. ഫ്ലോട്ട് r, ഏരിയ അല്ലേ. r എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ്, ഏരിയ എന്ന് പറയുന്ന മറ്റൊരു ഐഡൻറ്റിഫയർ ആണ്. ഈ ഐഡൻറ്റിഫയർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് n, സം എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്തിരിക്കുന്നത്? രണ്ട് മെമ്മറി ലൊക്കേഷൻസ് എൻ്റെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേര് n എന്നാണ്, രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷൻ്റെ പേര് എന്താണ്? സം എന്നാണെന്നുമാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പൂർണ്ണസംഖ്യകൾ. ഫോർ എക്സാമ്പിൾ 10 അല്ലെങ്കിൽ 20 ഇങ്ങനെയുള്ള പൂർണ്ണസംഖ്യകൾ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്നുകൂടിയാണ് ഇൻറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ വേരിയബിൾ ഡിക്ലറേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
എന്നാലും നിങ്ങൾക്ക് ആ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. 2 മെമ്മറി ലൊക്കേഷൻ എനിക്ക് ആവശ്യം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ആദ്യത്തെ മെമ്മറി ലൊക്കേഷന് കൊടുത്ത പേരാണ് n എന്നും രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്, സം എന്നും. മനസ്സിലാവുന്നു? അപ്പോൾ എന്നും സമ്മും എന്തിനെ സൂചിപ്പിക്കുന്നു? 2 മെമ്മറി ലൊക്കേഷനെ സൂചിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻറ്റ് n, സം. അതേപോലെ തന്നെ ഫ്ലോട്ട് r, ഏരിയയും 2 മെമ്മറി ലൊക്കേഷൻ തന്നെയാണ്. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേര് r എന്നും രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷൻ്റെ പേര് ഏരിയ എന്നുമാണെന്നും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് പോയിൻ്റ് വാല്യൂ ആണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏത്, ഫ്ലോട്ട് r, ഏരിയ അല്ലേ. അപ്പോൾ ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണമാണ്. അതായത് ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കണം. അങ്ങനെ അതിനുവേണ്ടി എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിനുവേണ്ടി എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അസൈൻ ചെയ്യുക എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനാണ് അസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ അല്ലേ. C++നകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്ററാണ് ഈക്വൽ ടുവിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ. ഈക്വൽ ടുവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ A = 15 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മീനിങ്? A = 15 എന്ന് വെച്ചാൽ A എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് എന്താണ് 15 എന്ന് പറയുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ Aയിലേക്ക് എന്ത് സ്റ്റോർ ആവുക, 15 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുക അല്ലേ. B = 5.8 എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്, B എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് എന്താണ് 5.8 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയാണ്. C = A + B. C = A + B എന്ന് വെച്ചാൽ എന്താണ്, C എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് എന്താണ് എയും ബിയും തമ്മിലുള്ള ഈ എയും ബിയും തമ്മിലുള്ള വാല്യൂ കൂട്ടിയിട്ട് എന്താണ് 20.8 എന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതിലേക്ക് C എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഓരോന്നിലേക്ക് ഓരോ മെമ്മറി ലൊക്കേഷനിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യുകയാണ്, അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനു വേണ്ടി എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ വെൻ ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു വേരിയബിൾ, ഒരു വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ലൈൻ എഴുതി വെക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ അസൈൻമെൻറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇനി ഒരു പർട്ടിക്കുലർ ചോദ്യം ഇങ്ങനെയാണ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളുകളിൽ ഏതെങ്കിലും എക്സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. അപ്പോൾ എന്താണ് x = എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോൾ x = 20 അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെക്കണം. അതിനെയാണ് അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് അവസാനം സെമിക്കോളൻ ഇടാൻ മറന്നു പോരുന്നു. അപ്പോൾ ഇതിനെയാണ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ 2 നമ്പർ വേണമല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയുമ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, 2 സംഖ്യകൾ നിങ്ങൾക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിയെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും ഒരു C++ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ, അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം, ആ റൺ ചെയ്യുമ്പം എന്താണ്, അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്ടുകൾ ആവശ്യമായിട്ട് വരും. അതായത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്പേഴ്സ് വേണ്ടി വരും, അങ്ങനെ ലെറ്റേഴ്സ് വേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിനുവേണ്ടി അതിൻ്റെ ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ എപ്പോഴും ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരിക്കും, ആ ലൈനിലുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ട് ഓപ്പറേറ്ററിന് വേറെ പേരുകളൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചതാണല്ലേ. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നാണ് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നും എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും ഒക്കെ വിളിക്കുന്ന ഇൻപുട്ട് ഓപ്പറേറ്ററിനെ അല്ലേ. മൊത്തത്തിൽ ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കിയാൽ, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ മീൻസ് ദാറ്റ് അലോ ദ യൂസർ ടു സ്റ്റോർ ഡേറ്റ ഇൻ ദ മെമ്മറി ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എവിടെയാണ് പോയി സ്റ്റോർ ആവുന്നത്, മെമ്മറിയിലാണ് സ്റ്റോർ ആവുന്നത് അല്ലേ. അപ്പം അതിനാവശ്യമായി നമ്മൾ എഴുതി വെക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. എക്സാമ്പിൾ നോക്കിയ മക്കളെ, എന്താണ് C in A എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, A എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂവിനെ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യുക. അതാണ് C in A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. C in
ഇൻപുട്ട് ഓപ്പറേറ്റർ എക്സ്, വീണ്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ വൈ. അപ്പോൾ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ 2 ഇൻപുട്ടാണ് നടക്കുന്നത്. 2 ലൊക്കേഷനിലേക്ക് ആദ്യം വരുന്ന വാല്യൂവിനെ എക്സിലേക്കും രണ്ടാമത് വരുന്ന വാല്യൂവിനെ എന്താണ് വൈയിലേക്കും സ്റ്റോർ ചെയ്യുന്ന 2 ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ, 2 ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലേ. ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അങ്ങനത്തെ ആ ഉപയോഗിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ കാസ്കേഡിങ് എക്സാമ്പിളാണോ? അല്ല, രണ്ടാമത് എഴുതിയിരിക്കുന്ന എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ്? ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്തിരിക്കുന്നു? ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. ആ ഉപയോഗിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ എഴുതുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ലേ. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ദ റിസൾട്ട് അവൈലബിൾ ടു ദ യൂസർ. നമുക്കറിയാം, ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്തേ, 2 സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു? 2 സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് തിരിച്ചെനിക്ക് പറഞ്ഞു തരണ്ടേ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ 5, 10 2 സംഖ്യകളാണ് ഇൻപുട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ 5ഉം 10ഉം കൂട്ടിയിട്ട് നിങ്ങൾ എന്താണ് 15 എന്ന് പറയുന്ന ഒരു സംഖ്യ തിരിച്ച് എനിക്ക് പറഞ്ഞു തരുമ്പോൾ അതാണ് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത ക്രിയയുടെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം ഇത് നമ്മളൊരു കമ്പ്യൂട്ടറായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ ആ പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ തിരിച്ച് റിസൾട്ട് നമുക്ക് എവിടെയാണ് കാണിച്ചിരുന്നത്? സ്ക്രീനിലാണ് അല്ലേ, മോണിറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പലപ്പോഴും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാറുണ്ട്. ഔട്ട്പുട്ടുകൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കേണ്ടത് എന്തൊക്കെയാണോ അതിനുവേണ്ടി നമ്മൾ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ദ റിസൾട്ട് അവൈലബിൾ ടു ദ യൂസർ. അതായത് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെ യൂസർ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അല്ലേ, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന അയാൾക്ക് നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ ഒരു ലൈനെയാണ് വിളിക്കുന്നത്. അപ്പം അത് ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ് ഈ ഔട്ട്പുട്ട് നൽകുന്നത് അല്ലേ. ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പല പേരുകളുണ്ട്, അറിയാമോ? ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? എന്താണ്? പുട്ട് ഓപ്പറേറ്റർ അല്ലേ, ഇൻസേർഷൻ ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, ഈ എഴുതിയിരിക്കുന്ന എല്ലാം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. എന്താണ്ട് ഈ ബ്രാക്കറ്റ് ഇവിടെ വേണ്ട കേട്ടോ, ആ ഒരു ബ്രാക്കറ്റ് അവിടെ വേണ്ട, സെമിക്കോളം വേണം. അപ്പം അതായത് ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇൻറ്റ് ചെയ്തിട്ട് സെമിക്കോളം ഇട്ടാൽ മതി, ആ ബ്രാക്കറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെയാണ്, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ അടുത്ത ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മളിത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഒരു ലെങ്തി ചാപ്റ്ററായിട്ട് പഠിച്ചൊരു സാധനമാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെയായിരുന്നു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതിനെ ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഉപയോഗം വരുന്നുണ്ട്. വ്യക്തമായിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ അടുത്ത ചാപ്റ്ററുകളിൽ വളരെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതത്ര പാടില്ല, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന എപ്പോഴും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഡെഫിനേഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാക്കുന്നത് അല്ലേ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഉപയോഗം ആർ യൂസ്ഡ് ടു അൾട്ടർ ദ നോർമൽ എക്സിക്യൂഷൻ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. അൾട്ടർ അല്ലേ. അൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നൊരു മീനിങ്ങാണ് അൾട്ടർ. ഞാൻ എപ്പോഴും പറയുന്നതാണ് അൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈക്ക് അൾട്ടർ ചെയ്യുക എന്ന് പറയും അല്ലേ. ബൈക്ക് അൾട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ബൈക്ക് മേടിച്ചപ്പം ഒരു രൂപമുണ്ടായിരുന്നു. ബൈക്ക് നമ്മുടെ ഈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കാറ് ബൈക്ക് എന്ത് വേണമെങ്കിലും അത് തരുന്ന കമ്പനി തരുന്നൊരു രൂപത്തിൽ നിന്നും നമ്മളുടേതായ രീതിയിൽ അതിന് പല മാറ്റങ്ങൾ വരുത്തും അല്ലേ. കളറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ടയറിനകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും അൾട്ടർ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചുരിദാർ മേടിക്കുന്നു, ഡ്രസ്സ് മേടിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഷെയ്പ്പ് ചെയ്യുക എന്ന് പറയത്തില്ലേ, ഷെയ്പ്പ് ചെയ്യുക. അതിനാണ് അൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക. സാധാരണ രൂപത്തിനെ അത് കിട്ടിയ യഥാർത്ഥ രൂപത്തിനെ എന്ത് ചെയ്യുന്നു? വേറൊരു രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മൾ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ യൂസ്ഡ് ടു അൾട്ടർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക ദ നോർമൽ എക്സിക്യൂഷൻ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പ്രോഗ്രാം
വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മുകളിൽ നിന്ന് താഴേക്ക് ലൈൻ ബൈ ലൈനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിനകത്തൊരു കുറേ ലൈനുകളുണ്ടായിരുന്നു, കുറേ ലൈനുകളുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ ഓരോ ലൈനും വർക്ക് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് പോകുന്നത്. മനസ്സിലാവുന്നത്? ഇങ്ങനെയാണ് സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സാധാരണ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എനിക്ക് ഡയറക്റ്റ് ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് 2, 3, 4, 5 വർക്ക് ചെയ്യിക്കാതെ തന്നെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് 6 വർക്ക് ചെയ്യിക്കാൻ പറ്റും. ചില സമയങ്ങളിൽ വേണമെങ്കിൽ 6 എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സാധാരണ പ്രോഗ്രാമിൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നോർമൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് ലൈൻ ബൈ ലൈനായിട്ടാണ് ഓരോ ലൈനും ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്ത് താഴേക്ക് പോകും. ആദ്യത്തെ ലൈൻ വർക്ക് ചെയ്താൽ രണ്ടാമത്തെ ലൈൻ വർക്ക് ചെയ്താൽ മൂന്നാമത്തെ ലൈൻ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ എക്സിക്യൂഷൻ ഫ്ലോയെ, ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോയെ നമുക്ക് അൾട്ടർ ചെയ്യാം. അതായത് ഒന്ന് വർക്ക് ചെയ്തിട്ട് ചാടിച്ച് എനിക്ക് വേണമെങ്കിൽ അടുത്ത ഏറ്റവും താഴത്തെ ലൈനിലേക്ക് കൊണ്ടുവരാം, അവിടുന്ന് വേണമെങ്കിൽ എനിക്ക് വീണ്ടും മേളത്തെ ലൈനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ എനിക്ക് ഇങ്ങനെ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യിക്കാം. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ചില അവസരങ്ങളിൽ വർക്ക് ചെയ്യണ്ടെങ്കിൽ ചെയ്യിക്കാതിരിക്കാം. അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വർക്ക് ചെയ്യാന്നാണ്, ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല, നിരവധി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിട്ട് തരംതിരിക്കും അല്ലേ. ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. 4 എണ്ണമില്ല, 2 ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓരോന്നിനും ഓരോന്നിനും 2 പേര് വെച്ചുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 വിഭാഗമാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചാർട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് 2ആയിട്ട് തരംതിരിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈഫ്, എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്. ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫോർ, വൈൽ, ഡു വൈൽ. അതായത് നമ്മൾ പഠിച്ച കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നു. അങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അണ്ടറിൽ വരുന്ന ഡിഫറൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് ഈഫ്, എൽസ്. അത് ഈഫിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ആ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം പരീക്ഷയ്ക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഉദാഹരണം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും എഴുതാം, ഇതിനകത്ത് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എന്നാൽ പരീക്ഷയ്ക്ക് സ്പെസിഫൈ ചെയ്തിട്ട് പറയുകയാണ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനോ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനോ ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രമേ എഴുതാവുള്ളൂ? ഇത് മാത്രമേ എഴുതാവുള്ളൂ. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിനോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനോ പറയുകയാണെങ്കിൽ ഈ 3 എണ്ണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വൈലൊക്കെ സ്മോൾ ലെറ്ററാണ്, വൈൽ സ്മോൾ ലെറ്ററാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വൈൽ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വൈൽ സ്മോൾ ലെറ്റർ വേണം എഴുതാൻ കേട്ടോ. വൈൽ സ്മോൾ ലെറ്ററിൽ മാത്രമേ വൈൽ എഴുതാവുള്ളൂ. ഓക്കെ. അപ്പം ഈ നെസ്റ്റഡിൻ്റെ എണ്ണി ക്യാപിറ്റൽ ആയിക്കോട്ടെ, അത് വിഷയമില്ല. അപ്പം അതെന്താണെന്ന് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഈഫ്, എൽസ്. അപ്പം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് പഠിച്ചു. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയണം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഈഫ്, എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഫോർ, വൈൽ, ഡു വൈൽ. ഓക്കെ ആണല്ലോ, വ്യക്തമാണല്ലോ. അപ്പം ഇവിടം വരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നല്ലോ? അല്ല, ഇത് ഞാൻ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലെങ്ത് കൂടി പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇവിടം വരെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ നമ്മളിന്ന് പഠിച്ച മൊത്തത്തിലൊന്ന് നോക്കിയേ. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് തുടങ്ങിയത്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈൻ ഓഫ് കോഡിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റ് അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുന്ന സെമിക്കോളനാണെന്ന് പറഞ്ഞു. അത് അതിന് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്താണ്? വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ C++. ഏതൊക്കെയാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ തൊട്ട് ഈ ചാർട്ട് തൊട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡയഗ്രാം തൊട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ അല്ലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നോട്ട് തയ്യാറാക്കണം. നോട്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഒരു തവണ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. രണ്ടാമത് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഓരോ വട്ടവും സ്ക്രീനിൽ നോട്ട് എഴുതി കാണിക്കുക, പോസ് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഓക്കെ ആണല്ലോ. പഠിക്കണം, പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.